GS ജയലാൽ 10 മിനിറ്റ്. സർ, ഈ നന്ദിപ്രമേയത്തെ അനുകൂലിക്കുകയാണ്. സർ, ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തെ, നിയമസഭയെ അപമാനിക്കുന്ന ഒരു നിലപാടാണ് ഗവർണർ നിർവഹിച്ചതെന്ന് പറയാതിരിക്കുന്ന വക്കീല. സർ, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ ചില ഗവർണർമാർ ആദ്യ വാചകവും അവസാന പാരഗ്രാഫും ഒക്കെ വായിച്ച് അവസാനിപ്പിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സമീപകാല ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരികാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു ബോധപൂർവമായ പരിശ്രമമാണ്. അത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങളല്ല. അതൊരു തിരക്കഥയുടെ തുടർച്ചയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ രാജ്യവ്യാപകമായി നടക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ബദലായിട്ടുള്ള നിലപാടുകളും നയസമീപനങ്ങളും പ്രവർത്തനങ്ങളും അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി RSSൻ്റെയും BJPയുടെയും അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നത് കേരളം നന്നായി തിരിച്ചറിയുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഈ നവകേരള നിർമ്മിതിക്കുള്ള സുവർണരേഖയാണ് ഈ നയപ്രഖ്യാപനം. അടിസ്ഥാന ജനാധിപത്യം ശക്തിപ്പെടുത്തുക, വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രാവബോധവും മതനിരപേക്ഷ മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക, യുവതലമുറയിൽ സമഗ്രമായ ചരിത്രബോധം വളർത്തി സുസ്ഥിര വികസനവും സാങ്കേതിക പുരോഗതിയും സാമൂഹ്യക്ഷേമം എന്നിവ കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപന ലക്ഷ്യങ്ങൾ അത് നവകേരള സൃഷ്ടിക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ്. സർ, കേന്ദ്ര സംസ്ഥാന അസമത്വം അവസാനിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്, ആവശ്യമാണ് എന്ന നയപ്രഖ്യാപനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. സർ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിലോമകരമായ സാമ്പത്തിക നയങ്ങൾ മൂലം കേരളം വലുതായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന കാലമാണ് ഈ കാലം. എങ്കിലും പ്രതീക്ഷാനിർഭരമായ വികസനക്ഷേമ നേട്ടങ്ങളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ കാലം നേടിയത്. ആ വികസനക്ഷേമ വഴിയിലൂടെ മുന്നോട്ട് പോകാനും അതിദരിദ്രരുടെ ജീവിതാവസ്ഥയിൽ പുതിയ പ്രകാശം പരത്താനും മനുഷ്യ അന്തസ്സും നീതിയും ഉറപ്പാക്കാനും പുതിയ കാലത്തേക്കുള്ള LDF സർക്കാരിൻ്റെ നയം ലക്ഷ്യം വയ്ക്കുക. അതിനെ അട്ടിമറിക്കാനാണ് സർ ഈ പറയുന്ന പരിശ്രമങ്ങൾ എന്നതാണ് സൂചിപ്പിച്ചത്. സാമൂഹ്യ പുരോഗതിയെ പിന്നോട്ടടിക്കുന്ന കേന്ദ്ര സമീപനങ്ങളെ കേരളം ജനാധിപത്യ രീതിയിൽ എതിർത്ത് തോൽപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സർ, കേരളം അതിനായി ഒരുങ്ങുകയാണ്. നവകേരള സദസ്സിൻ്റെയും ഒക്കെ ജനപങ്കാളിത്തം, ഈ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ, ആ ജനപങ്കാളിത്തം അത് വിളിച്ചറിയിക്കുകയാണ്. ഏതൊക്കെ പ്രതിപക്ഷ വിമർശനങ്ങളുണ്ടായിട്ടും ജനങ്ങളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. സർ, ഇത് അപ്രതീക്ഷിതമല്ല. പ്രതിപക്ഷ വിമുക്ത ഭാരതം എന്നത് രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെയും അതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി മോദിയുടെയും മുദ്രാവാക്യമാണ്. അത് ഈ കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ്. കേരളത്തെ മാത്രം നോക്കിക്കൊണ്ട് രാജ്യത്ത് വീക്ഷിക്കുന്ന ഒരു അന്ധന്മാരുടെ സമീപനമാണ് കോൺഗ്രസ് പുലർത്തുന്നത് എന്നത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. സർ, ജനാധിപത്യ വിരുദ്ധം മാത്രമല്ല, ഫാസിസത്തിൻ്റെ കേളികൊട്ട് കൂടിയാണ് ഈ ആശയം. പ്രതിപക്ഷത്തെ ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ പിഴുതെറിയണമെന്ന് RSSന് അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ ആശയങ്ങളും ശാസ്ത്രബോധവുമാണ് ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ യഥാർത്ഥ ശത്രു എന്ന തിരിച്ചറിവിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റുകാരോട് RSSനുള്ള വെറുപ്പ് രൂപം കൊള്ളുന്നത് എന്ന ചരിത്ര വസ്തുതയാണ്. സർ, ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരും BJPയും കൈക്കൊള്ളുന്ന സമീപനം വിലയിരുത്താൻ BJP മാതൃകാ സംസ്ഥാനമായി വിശേഷിപ്പിക്കുന്ന UPയും ഗുജറാത്തുമെല്ലാം ആ സംസ്ഥാനങ്ങളെക്കാൾ എല്ലാ സൂചികയിലും ഏറെ മുന്നിലാണ് കേരളം. ആരോഗ്യം, വിദ്യാഭ്യാസം, ശിശുമരണ നിരക്ക്,
ആയുസ്, മനുഷ്യ വികസിത സൂചിക തുടങ്ങിയ എല്ലാ സൂചികകളിലും കേരളം മുന്നിലാണ് സർ. അതിന് കാരണം BJPയുടെ സാമൂഹ്യ രാഷ്ട്രീയ ചിന്തയ്ക്കും ഉദാര നയത്തിൽ ഊന്നുന്ന സാമ്പത്തിക നയങ്ങൾക്കും ദേശീയ തലത്തിൽ തന്നെ ബദൽ ഉയർത്തുന്നതാണ് കേരളം എന്നതുകൊണ്ടാണ്. രാജ്യം ഭരിക്കുന്നവർ കേരളത്തെ ഭയപ്പെടുന്നതും അതുകൊണ്ടാണ് സർ. അതിനാൽ എങ്ങനെയും കേരളത്തെ തകർക്കണം, കേരളം ഉയർത്തുന്ന ബദലിനെ തകർക്കണം. എങ്കിലേ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾക്ക് അവരുടെ അജണ്ട സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാവൂ എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. അതിനാലാണ് കേരളത്തിനെതിരെ സാമ്പത്തിക ആക്രമണത്തിന്, ഉപരോധ സമാനമായ വിവേചനത്തിന് മോദി സർക്കാർ തയ്യാറാവുന്നത്. മുന്നോട്ട് കുതിക്കാനാകാതെ വരിഞ്ഞു മുറുക്കുക എന്നതാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. അതിനായി അവർ പല മാർഗങ്ങളും അവലംബിക്കുകയാണ് സർ. ന്യായമായി ലഭിക്കേണ്ടുന്ന സാമ്പത്തിക വിഹിതം നിഷേധിക്കുക, വികസന പ്രവർത്തനങ്ങൾ തടയുക, ഇതിനായി ഗവർണർ എന്ന ഭരണഘടനാ പദവിയെയും അന്വേഷണ ഏജൻസികളെയും ഉപയോഗിക്കുക തുടങ്ങിയ എല്ലാ മാർഗങ്ങളും കേരളത്തിലെ ഈ ജനകീയ സർക്കാരിനെ തകർക്കാൻ വേണ്ടി, ഈ ഇടതുപക്ഷ ബദലിനെ, ഈ മനുഷ്യ നന്മയുടെ ബദലിനെ തകർക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് സർ. കേരളത്തിന് ലഭിക്കേണ്ടുന്ന 57,400 കോടി രൂപയാണ്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും, ഇവിടെ പലരും ചർച്ച ചെയ്താണ് സർ, കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് ലഭിച്ചാൽ മാത്രം കേരളം മിച്ച സംസ്ഥാനമായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 10ാം ധനകമ്മീഷൻ നികുതി വീതമായി 3.9% നൽകിയിരുന്നെങ്കിൽ 15ാം ധനകാര്യ കമ്മീഷൻ 1.9% മാറ്റിയതിന് ഫലമായി 18,000 കോടി രൂപയുടെ സാമ്പത്തികമായ ബാധ്യതയാണ്, കുറവാണ് നമുക്കുണ്ടായത്. 4 വർഷം മുമ്പ് റവന്യൂ വരുമാനത്തിന് 45% കേന്ദ്രം നൽകിയിരുന്നത്. അതിന്ന് 30% കുറഞ്ഞു. എന്ന് വെച്ചാൽ സംസ്ഥാന റവന്യൂ വരുമാനത്തിൻ്റെ 70% കണ്ടെത്തേണ്ടത് സംസ്ഥാനമായി മാറുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ 45 മുതൽ 50% വരെ നൽകുന്ന സ്ഥാനത്താണ് സർ. മുൻകാലങ്ങളിലെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ വിഹിതം പോലും 25 മുതൽ 30% വരെ ആയിരുന്നുവെങ്കിൽ ഇന്ന് 40% സംസ്ഥാനം വഹിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പല പദ്ധതികളും കേന്ദ്രം നിർത്തലാക്കിയപ്പോൾ അത് പൂർണ്ണമായി ഏറ്റെടുക്കേണ്ട ബാധ്യതയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. സർ, കേരളത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സർ, ലൈഫ് മിഷനിലൂടെ 4 ലക്ഷം വീടുകൾ കൊടുക്കുമ്പോൾ അതിലിപ്പോൾ മോദിയുടെ പേരെഴുതി വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങളൊക്കെ നമുക്കറിയാം. 30,000 വീടുകൾക്ക് 72,000 രൂപ തരുമ്പോൾ കേരളത്തിൽ വീട് വയ്ക്കാൻ കഴിയുമെന്നാണ് കേന്ദ്രത്തിൻ്റെ കണക്ക്. കേരളത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ വീട് വയ്ക്കാൻ 1.5 ലക്ഷം രൂപ മതിയെന്നാണ് കേന്ദ്രത്തിൻ്റെ കണക്ക്. എന്നാൽ കേരളത്തിൽ ആ 1.5 ലക്ഷം രൂപയുടെ 60% 72,000 രൂപ തരുമ്പോൾ അത് 4 ലക്ഷം രൂപയാണ് കേരളത്തിലെ വീട് വയ്ക്കാൻ പാവപ്പെട്ടവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുക്കുന്നതെന്ന് കാണുമ്പോൾ കേന്ദ്രത്തിന്റെ നയവും ഇടതുപക്ഷത്തിന്റെ മനുഷ്യമുഖവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും സർ. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 22 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമായി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രം തീരുമാനിക്കുമ്പോൾ 43 ലക്ഷം കുടുംബങ്ങളിൽ 73 ലക്ഷം ആളുകൾക്ക് വേണ്ടി ആ പദ്ധതി വിപുലപ്പെടുത്തുകയും കേരളത്തിൽ 1,400 കോടി രൂപ മൊത്തത്തിൽ ചെലവഴിക്കുമ്പോൾ അതിൽ 140 കോടി രൂപ മാത്രം കേന്ദ്ര വിഹിതം ലഭിക്കുകയും അത് വെറും 8 മുതൽ 10% വരെ മാത്രം കേന്ദ്ര വിഹിതം ലഭിക്കുമ്പോഴാണ് കേരളത്തിൽ 73 ലക്ഷം പേർക്കായിട്ട് ആ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വിപുലപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ കേരളത്തിൽ പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെയാണ് ഇടതുപക്ഷം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വിശദാംശങ്ങൾ ഒരുപാട് പറഞ്ഞു. പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ, ഇവിടെ രാവിലെ പെൻഷന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിയ പ്രതിപക്ഷം അവർ മനസ്സിലാക്കണ്ടേ? കേരളം മനസ്സിലാക്കുന്നുണ്ട്. 62 ലക്ഷം പേർക്ക് 63 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ അതിൽ വെറും 6 ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര വിഹിതം ഉള്ളതെന്നുള്ള സത്യം. 6 ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര വിഹിതം. അതും വികലാംഗർ, വാർദ്ധക്യം ബാധിച്ചവർ, വിധവകൾ തുടങ്ങിയ BPL വിഭാഗത്തിൽപ്പെട്ട അവർക്ക് ശരാശരി 300 രൂപ വിഹിതം തരുമ്പോൾ 1,300 രൂപ കൂടി അവർക്ക് സംസ്ഥാനം നൽകുകയും ബാക്കി എല്ലാവർക്കും, ബാക്കി ഏതാണ്ട് 56 ലക്ഷം ആളുകൾക്ക് 1,600 രൂപയും കൊടുക്കുന്ന ഒരു പ്രതിമാസം 900 കോടിയിലധികം രൂപ പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് എത്തിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതി, അത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഇടപെടലല്ലേ സർ. ഇപ്പം നമ്മൾക്ക് TV-യിൽ കാണുന്ന പരസ്യമുണ്ട്, സ്വപ്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ജലജീവൻ മിഷൻ. അതിന്റെ സ്ഥിതി എന്താണ്? 2011 ഞാൻ MLA ആയിട്ട് വരുന്ന കാലത്ത് അന്ന് കേന്ദ്ര സംസ്ഥാന വിഹിതമെന്ന് 25% സംസ്ഥാനം ഇടുമ്പോൾ 75% ദേശീയ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം തരുമായിരുന്നു സർ. എന്നാൽ ഇന്ന് ജലജീവൻ മിഷന്റെ സ്ഥിതി എന്താണ്?
45% കേന്ദ്രം തരും. 75 തന്നിടത്ത് 45 ചുരുക്കി. മാത്രവുമല്ല അതിൽ 30% സംസ്ഥാന സർക്കാരും 15% LSTDകളും 10% ഗുണഭോക്താവ് വിടണം. അപ്പൊ അതാണ് ഞാൻ ചുരുക്കാൻ സാർ ഒരു 2 മിനിറ്റ്. അപ്പൊ അത് ആ തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പോലും വിഹിതം സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിലേക്ക് സാധാരണ ജനങ്ങളുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ പിന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ്. അവിടെ കോർപ്പറേറ്റുകളെ താലോലിക്കുന്ന, രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. അത്തരം ജനകീയ വിഷയങ്ങളിൽ നിന്ന് ചർച്ച വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള വർഗീയ ഫാസിസ്റ്റ് നയങ്ങളും മതപ്രീണന നയങ്ങളും ഒക്കെയാണ്. ഞാനിവിടെ എൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു പോകുന്നില്ല. ജനങ്ങളുടെ മതവിശ്വാസത്തെ വിറ്റ് കാശാക്കുന്നതിന് വേണ്ടി അത്തരം വൈകാരികമായ തലങ്ങളിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുന്ന, രാജ്യത്തിന്റെ ഭാവി തന്നെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മോദിയുടെ നേതൃത്വത്തിൽ RSS അജണ്ട നടപ്പിലാക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ ബദൽ നിർദ്ദേശവുമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അഭിമാനകരമാണ് സർ. നമ്മുടെ നാട് പല കാര്യങ്ങളിലും രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന നാടാണ് സർ. അവസാനിപ്പിക്കുകയാണ് സർ. വരുന്ന 25 വർഷം കൊണ്ട് ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിലെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം സംബന്ധിച്ച നന്ദി പ്രമേയമാണ് സർ. അതുകൊണ്ടാണ് അഭിമാനത്തോടു കൂടി കേരളം അതിനെ പിന്തുണയ്ക്കുന്നത് സർ. ഈ നന്ദി പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് അവക്കുകൾ അവസാനിപ്പിക്കും.